അർഹമർ-റഹീമായ അല്ലാഹുവേ, ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ. അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും വിട്ടുപുറത്ത് അഫ്വ് ചെയ്യണേ അല്ലാ. ഞങ്ങളുടെ ഹൃദയങ്ങളെ നന്നാക്കണേ അല്ലാ. ഹൃദയത്തിൽ അഹന്തയെ നീക്കം ചെയ്യണേ അല്ലാ. അഹങ്കാരത്തെ നീക്കണേ അല്ലാ. ലോകമാന്യത നീക്കണേ അല്ലാ. നിന്റെ മഅരിഫത്താകുന്ന നൂറ് കൊണ്ട് ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ സംശുദ്ധമാക്കണേ അല്ലാ. ഒരുപാട് ഖൈറായ നല്ല നിയ്യത്തുകളുണ്ട്, സാധൂകരിക്കണേ അല്ലാ. ഞങ്ങളിലുള്ള രോഗികൾക്ക് പരിപൂർണ ശമനം നൽകണേ അല്ലാ. നിന്റെ ത്വാഅത്തിനായി ദീർഘായുസ്സ് നസീബാക്കണേ അല്ലാ. ഞങ്ങളുടെ പാപങ്ങൾ നീ പൊറുക്കണേ അല്ലാ. ഞങ്ങളുടെ ഈ സ്നേഹവും കൂട്ടായ്മയും കബൂലാക്കണേ അല്ലാ. പുണ്യ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഇഷ്ടവും അനുരാഗവും ഞങ്ങൾക്ക് നീ വർദ്ധിപ്പിക്കണേ അല്ലാ. ആ പ്രവാചകരോടുള്ള മഹബ്ബത്ത് ഏറ്റി നൽകണേ അല്ലാ. ഈ സദസ്സിൽ വന്ന് ചേർന്നിട്ടുള്ള മുഅ്മിനീങ്ങൾ അതിനോടുള്ള മഹബ്ബത്ത് വെച്ച് വന്നവരാണ്, നീ കബൂലാക്കണേ അല്ലാ. പോരായ്മകളെ പരിഹരിക്കണേ നാഥാ. ഞങ്ങളിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബാദികൾ, സഹോദരങ്ങൾ, മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, ഈ വിനീതന്റെ മാതാപിതാക്കളടക്കം ഈ സദസ്സിൽ വന്ന് ചേർന്നിട്ടുള്ള മുഅ്മിനീങ്ങളുടെ ബന്ധുക്കളുടെ സുഹൃത്തുക്കൾ, അയൽവാസികൾ, ഞങ്ങളുടെ മഹല്ലിന്റെ ഖബർസ്ഥാനിൽ, പ്രവിശാലമാക്കപ്പെട്ട ഖബർസ്ഥാനിൽ അന്ത്യവിശ്രമം ചെയ്യുന്ന 10,000 സർവരുടെയും ദറജ ഉയർത്തണേ അല്ലാ. ഖബർ ജീവിതം സന്തോഷത്തിലാക്കണേ അല്ലാ. സ്വർഗീയ വിരിപ്പ് ഖബറിൽ വിരിക്കണേ നാഥാ. സ്വർഗീയ വസ്ത്രങ്ങൾ അണിയിക്കണേ അല്ലാ. സ്വർഗീയ ഭക്ഷണങ്ങൾ നൽകണേ അല്ലാ. സ്വർഗീയ പാനീയങ്ങൾ പാനം ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഇഷ്കും അനുരാഗവും വെച്ച് പ്രവാചകന്റെ മേൽ സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുന്ന സ്വാലിഹീങ്ങളെ ഞങ്ങളെ നീ ചേർക്കണേ അല്ലാ. ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സ്വലാത്തുകൾ കബൂലാക്കണേ അല്ലാ. റസൂലുള്ളാഹിന്റെ പൊരുത്തം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. നാളെ കത്തിച്ചൊലിക്കുന്ന സൂര്യനെ തലയ്ക്ക് മീതെ നിർത്തി കത്തിയാളെന്ന നരകത്തെ മുന്നിൽ നിർത്തി വിചാരണ ചെയ്യുന്ന വേളയിൽ സർവ്വ അമ്പിയാക്കളും ആട്ടി ഓടിക്കുമ്പോ പുന്നാര നബിയുടെ ശഫാഅത്ത് ഞങ്ങൾക്ക് നീ നസീബാക്കണേ അല്ലാ. ആ പ്രവാചകരുടെ മദദ് ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അവിടുത്തെ റിവാഉൽ ഹംദ് എന്ന കൊടുക്കിരണി നിരത്തണേ അല്ലാ. അർശിന്റെ തണലിൽ പുന്നാര നബി തങ്ങളോടൊപ്പം ഒരുമിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ. അവിടുത്തെ തൃക്കരം കൊണ്ട് ഹൗദുൽ കൗസർ പാനം ചെയ്യാൻ തൗഫീഖ് നൽകണേ അല്ലാ. അവിടുത്തെ തൃക്കല്യാണത്തിൽ ഞങ്ങളെ നീ പങ്കാളികളാക്കണേ അല്ലാ. ഞങ്ങളുടെ സ്ത്രീകളിൽപ്പെട്ട ധാരാളം ആളുകൾ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ നല്ലതുപോലെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. ഫാത്തിഹ സൂറത്ത് വൃത്തിയിൽ അതിന്റെ അർത്ഥതലങ്ങളടക്കം പഠിച്ചു തീർന്നവരാണ്. നീ സ്വീകരിക്കണേ അല്ലാ. മുറാദുകൾ ഹാസിലാക്കണേ അല്ലാ. റാഹത്തായ ജീവിതം സാധ്യമാക്കണേ അല്ലാ. റിസ്ഖ് വിശാലമാക്കണേ അല്ലാ. സർവോപരി ഞങ്ങളുടെ ഈ സ്നേഹബന്ധം ഐക്യം നീ നിലനിർത്തണേ അല്ലാ. ലോക മുസ്ലിമീങ്ങൾക്ക് സമാധാനം നൽകണേ അല്ലാ. ഫലസ്തീന മക്കൾക്ക് സംരക്ഷണം നൽകണേ അല്ലാ. അല്ലാഹുവേ, ഖത്തറടക്കമുള്ളതാകുന്ന രാജ്യങ്ങൾ യുദ്ധത്തിന്റെ ഭീതിയിലും കെടുതിയിലുമാണ്. പരിപൂർണമായ കാവൽ നൽകണേ അല്ലാ. ലോക മുസ്ലിമീങ്ങൾക്ക് സമാധാനം നൽകണേ അല്ലാ. ഞങ്ങളുടെ ഇന്ത്യ രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും കാത്തു സംരക്ഷിച്ചുകൊണ്ട് നല്ല രീതിയിൽ ദീനിയായ ദഅവത്തുമായി മുന്നേറാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. ഈ രാജ്യത്തോടുള്ള കൂറും താല്പര്യവും ഹൃദയത്തിൽ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. വിഷമങ്ങൾ പ്രയാസങ്ങൾ നീക്കണേ അല്ലാ. സർവോപരി ലോക മുസ്ലിമീങ്ങൾക്ക് സമാധാനം നൽകണേ അല്ലാ. ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാ. ബിഹഖി നബിയിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വആലി നബിയിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഅസ്ഹാബി നബിയിനാ മുഹമ്മദിൻ وبفضل ثم رضا عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم سعد سعيد زبير طلحة وأبي عبيدة وابن عوف العشير الكرم مولاي صل وسلم
وسلم دائما أبدا على حبيبك خير الخلق كلهم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك بك خير الخلق كلهم. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. നിങ്ങളെല്ലാവരും ദുആ ചെയ്യണമെന്ന് വസിയ്യത്ത് ചെയ്ത് നമ്മുടെ ഈ സ്നേഹബന്ധവും ഈ ഐക്യവും ഈ കൂട്ടായ്മയും എക്കാലഘട്ടത്തിലും അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ, നിലനിർത്തുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.